പ്രീപോൾ ആപ്പിൽ ടീം ലീഡർ രജിസ്റ്റർ ചെയ്ത ശേഷം അടുത്ത ഭാഗം ഇനി വോട്ടേഴ്സിനെ എങ്ങനെ കണ്ടെത്താം, അവരെ എങ്ങനെ പാർട്ടി അസൈൻ ചെയ്യാം എന്നുള്ളതാണ് ഡെമോ ചെയ്യുന്നത്. താഴെയുള്ള ആരോ മാർക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന മെനുവിൽ നിന്നും രണ്ടാം നിരയിലെ വോട്ടേഴ്സ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ശേഷം നിങ്ങളുടെ വാർഡ് സെലക്ട് ചെയ്യുക, അതുപോലെ പോളിംഗ് സ്റ്റേഷനും സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വാർഡിലെ മുഴുവൻ വോട്ടേഴ്സിനെ ഇൻഡിവിജ്വലായിട്ടും റൈറ്റ് സൈഡിൽ ഫാമിലി ലിസ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ അവരെ ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഇവിടെ ഫാമിലി ലിസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വീട്ടിലുള്ള മുഴുവൻ മെമ്പേഴ്സിനെയും ഒറ്റ ക്ലിക്കിലൂടെ ലഭ്യമാക്കുക എന്നുള്ളതാണ്. ഇവിടെ ഡെമോ ആയിട്ട് നൽകിയ വാർഡിൽ 3 മെമ്പേഴ്സ് എന്നുള്ള ആ ഒരു രണ്ടാമത്തെ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വീട്ടിലുള്ള അംഗങ്ങളെ മാത്രം പ്രത്യേകം ലിസ്റ്റ് ചെയ്ത് കാണുവാൻ സാധിക്കുന്നതാണ്. അതേസമയം നിങ്ങൾക്ക് ഓരോ വോട്ടറെയും ഇൻഡിവിജ്വലായിട്ടാണ് കാണേണ്ടതെങ്കിൽ ഇടതുഭാഗത്ത് നൽകിയ വോട്ടേഴ്സ് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വോട്ടേഴ്സിനെ ഇൻഡിവിജ്വലായിട്ട് കാണുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഓരോ വോട്ടേഴ്സിനെയും അവർക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയുമായി സഹകരിക്കുന്നവരാണോ അത് രേഖപ്പെടുത്തുവാനും അതുപോലെ തന്നെ അവരുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനും സാധിക്കും. അതിനുവേണ്ടി വോട്ടേഴ്സ് കാർഡിൽ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അന്നേരം നിങ്ങൾക്ക് ഇത്തരമൊരു മെനു ഓപ്പൺ ചെയ്ത് വരും. അവിടെ നിങ്ങൾ ജെനുവിനായിട്ടുള്ള നമ്പർ നൽകാൻ ശ്രദ്ധിക്കുക. ഇവിടെ ഡെമോ ആയിട്ടൊരു നമ്പർ നൽകുന്നുണ്ട്. ശേഷം പൊളിറ്റിക്കൽ പാർട്ടി എന്ന രണ്ടാമത്തെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നൽകിയ ഡെമോ വീഡിയോയിൽ പാർട്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഡെമോൺസ്ട്രേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൽ എത്ര പാർട്ടിയാണോ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, അത് ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ആവശ്യാനുസരണം നേരത്തെ വീഡിയോയിൽ കാണിച്ച പോലെ പാർട്ടി എന്ന മെനുവിൽ പോയിട്ട് കൂടുതൽ പാർട്ടികളെ ചേർക്കുവാനും ഒഴിവാക്കുവാനും സാധിക്കുന്നതാണ്. ഇവിടെ ഒരു പാർട്ടിയെ ഡെമോ ആയിട്ട് സെലക്ട് ചെയ്യുന്നു. അതുപോലെ മൊബൈൽ നമ്പർ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഒരു വോട്ടർക്ക് മൊബൈൽ നമ്പറും അതുപോലെ പൊളിറ്റിക്കൽ പാർട്ടിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വോട്ടറുടെ കാർഡിൻ്റെ ഇടത് ഭാഗത്തായിട്ട് പാർട്ടിയുടെ പേരും പ്രതീകാത്മകമായ നിറവും കാണുവാൻ കഴിയും. അതുപോലെ വോട്ടേഴ്സ് കാർഡിൽ കോൾ ചെയ്യാനുള്ള ബട്ടണും വാട്സപ്പ് ചെയ്യാനുള്ള ബട്ടണും ലഭ്യമാകും. ഈ കോൾ ചെയ്യുവാനുള്ള ബട്ടണും വാട്സപ്പ് ബട്ടണും ലഭ്യമാവുക മൊബൈൽ നമ്പർ ആഡ് ചെയ്താൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. അതിനുശേഷം ഒരു വോട്ടറെ നിങ്ങൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത്, സ്ക്വാഡ് വർക്കിൻ്റെ ഭാഗമായിട്ട് സന്ദർശിക്കുന്ന സമയത്ത് എത്ര തവണ ഒരു വോട്ടറെ സന്ദർശിച്ചു എന്നത് രേഖപ്പെടുത്താൻ വിസിറ്റ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരമൊരു വിൻഡോ ലഭ്യമാകും. അവിടെ നിങ്ങൾ വിസിറ്റ് ചെയ്തതിൻ്റെ എണ്ണം പ്ലസ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവിടെ മാർക്ക് ചെയ്യാവുന്നതാണ്. മൈനസ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് അത് റെഡ്യൂസും ചെയ്യാവുന്നതാണ്. അതുപോലെ വിസിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ നോട്ട് നിങ്ങൾക്ക് അവിടെ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്കത് നോട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ശേഷം സേവ് ചേഞ്ചസ് എന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വോട്ടറെയും നിങ്ങൾ എത്ര തവണ വിസിറ്റ് ചെയ്തു എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്.